ജാനകിയെ നമ്മൾ പറയുന്നത് സീത എന്നാണ്. അപ്പോൾ ഇങ്ങനെ പേരുള്ളവരൊക്കെ അങ്ങനെയാണെങ്കിൽ ആദ്യം എസ് ജാനകി അമ്മയുടെ ഒരു പേര് മാറ്റുമോ? അത് ചലച്ചിത്ര സംഘടനകളുടെ ഒരു സംയുക്ത ഒരു സമരമാണത്. അതിനെക്കുറിച്ച് എന്താണ്? ഇല്ല, ഈ ഒരു സമരം നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം മലയാളത്തിൽ മാത്രം ഒരു പേരും ഇടാൻ പാടില്ല. ബാക്കി നോർത്ത് ഇന്ത്യയിലൊക്കെ എന്ത് പേരും ഇടാം. അങ്ങനെയാണെങ്കിൽ ഇനി സെൻസർ ബോർഡിൽ രാമനോ കൃഷ്ണനോ വിഷ്ണുവോ ഒക്കെ പേരുള്ളവരൊക്കെ മാറ്റുമോ എന്നാണ് എനിക്ക് അറിയാത്തത്. കാരണം ഒരു പുരാണത്തിൽ ജാനകി എന്ന് കാണും, ജാനകിയെ നമ്മൾ പറയുന്നത് സീത എന്നാണ്. അപ്പോൾ ഇങ്ങനെ പേരുള്ളവരൊക്കെ അങ്ങനെയാണെങ്കിൽ ആദ്യം എസ് ജാനകി അമ്മയുടെ ഒരു പേര് മാറ്റുമോ? അത് എസ് ജാനകി അമ്മ പാടിയ പാട്ടുകളൊക്കെ ഇവർ ബാൻ ചെയ്യുമോ? എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യമേ ഉള്ളൂ, സെൻസർ ബോർഡ് ഈ സിനിമയ്ക്ക് മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. എമ്പുരാനെക്കുറിച്ചും അവർ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്യും എന്ന് വന്നപ്പം എമ്പുരാൻ കണ്ടവർ പോലും പിന്നെയും കാണാൻ പോയി. എമ്പുരാൻ അതൊരു മാർക്കറ്റായിരുന്നു. അന്ന് ഞാനത് പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കൂടി വന്ന് എനിക്കിട്ട് മുട്ടയിട്ടതാണ്. പറയാനുള്ളത് നമ്മൾ പറയണം. പക്ഷേ ഇത് എന്താണ് ഇവരുടെ അജണ്ട എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരു പേരിൽ എന്തിരിക്കുന്നു? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ന് സ്വന്തം ജാനകിക്കുട്ടി, ഹരിഹരൻ സാറിൻ്റെ സിനിമ, ആ സിനിമയുടെ പേരുകളൊക്കെ ഇനി ഇവർ ബാൻ ചെയ്യുമോ? എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കണേ. ഇതൊക്കെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടറിൻ്റെയും റൈറ്ററിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഞാൻ എന്നും പറയാറുണ്ട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കാര്യമില്ല. വ്യക്തികൾക്ക് ഇവിടെ സ്വാതന്ത്ര്യമില്ല. എന്ത് കഴിക്കണം, എന്ത് ഡ്രസ്സ് ഇടണം, എന്ത് സംസാരിക്കണം, എന്തൊരു സിനിമയ്ക്ക് പേരിടണമെന്ന് ആലോചിക്കുന്നത് ഇവിടെയുള്ളവരാണ്. എന്നിട്ട് പറയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയും ചെയ്യും. ഇന്ന് വരെ ഞാൻ ഒരാൾക്ക് പോലും സ്വാതന്ത്ര്യദിനത്തിന് വിഷയമില്ല. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല. മനുഷ്യന്, വ്യക്തികൾക്ക് ഇവിടെ സ്വാതന്ത്ര്യം കിട്ടണം. സിനിമ എന്ന് പറയുന്ന ഒരു കലയാണ്. അത് കലയായിട്ട് കാണാൻ പഠിക്കണം. അതെന്തുകൊണ്ടാണ് ഇവർക്ക് ആർക്കും പറ്റാത്തത്? ഈ സെൻസർ ബോർഡിൽ ഇരിക്കുന്നവർ പലരും, എനിക്ക് തോന്നുന്നത്, സിനിമയോ കലയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവരാണ് ഭൂരിഭാഗം പേര് ഇരിക്കുന്നത്. പല രാഷ്ട്രീയക്കാർ വരുമ്പോഴും ആ രാഷ്ട്രീയക്കാരുടെ ഇഷ്ടത്തിനും അവരുടെ കുറേ ആൾക്കാർ മാത്രമാണ്. അതാണ് ഇവിടെ ആദ്യം നിർത്തേണ്ടത്. ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാരെയും ഇതിൻ്റെ അകത്ത് അധികം ഇരുത്തരുത്. സിനിമ നന്നായിട്ട് അറിയുന്നത്, അല്ലെങ്കിൽ കല എന്തെന്ന് അറിയുന്നത്, കല ഇഷ്ടപ്പെടുന്നവരാണ് ഇരുത്തേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരും. വിദ്യാഭ്യാസം കൂടുന്തോറും മനുഷ്യന് ആദ്യം പോകുന്നത് വിവേകവും ഒരു കോമൺ സെൻസാണ് പൊയ്ക്കൊണ്ടിരിക്കണമെന്ന് നമ്മൾ കാണുകയാണ്. ആ കാലഘട്ടത്തിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എനിക്ക് കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. കാരണം ആദ്യം സെൻസർ ബോർഡിൽ താങ്ക്സ് പറയണതാണ്. ഈ സിനിമയുടെ പ്രൊഡ്യൂസറും മാർക്കറ്റ് ഉണ്ടാവും. ശരിയല്ലേ? ഈ സിനിമ അറിയാത്ത നമ്മൾ എത്ര പേര് ഈ സിനിമയെക്കുറിച്ച് അറിഞ്ഞു? ഞാൻ പോലും അറിയുന്നത് സത്യമാണ്. സുരേഷ് ഏട്ടൻ ഈ സിനിമയിൽ അഭിനയിച്ചെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. വാർത്ത വന്നപ്പോഴാണ് സുരേഷ് ഏട്ടൻ്റെ വേറെ സിനിമകളൊക്കെയാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത് വാർത്ത വന്നപ്പോഴാണോ ഇതൊക്കെ ഇങ്ങനെ വന്ന്. ഇനിയിപ്പോൾ ഒറ്റക്കൊമ്പന് ഇവർ കൊണ്ടിടുമോ? ആനകളുടെ മൃഗസ്നേഹികളെല്ലാം കൊണ്ട് വന്നിട്ട് ഒറ്റക്കൊമ്പൻ ഇടാൻ പാടില്ല എന്ന്. അപ്പോൾ അതിനൊരു മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കട്ടെ എല്ലാ സിനിമകൾക്കും. ഇനി ഇവരാണോ നിശ്ചയിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യണമെന്ന്? സിനിമക്കാരെ അങ്ങ് വെറുതെ വിട്.